ഒടുവിൽ കേരളം മുഴുവൻ കാത്തിരുന്ന ആ വാർത്ത എത്തിയിരിക്കുകയാണ് എന്ന്. ലൈംഗിക അതിക്രമ ആക്ഷേപത്തിൽ മനംനൊന്ത് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോഴിതാ ഷിംജിതയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ദുബായിലാണ്, മംഗളൂരുവിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകളൊക്കെ വന്നിരുന്നുവെങ്കിലും ഷിംജിത എവിടെയും പോയിട്ടില്ലായിരുന്നു. ആ വടകരയിൽ തന്നെ ബന്ധുവീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ആരും അറിയാത്ത രീതിയിലായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ തീവ്ര അന്വേഷണത്തിലായിരുന്നു. അങ്ങനെയാണ് വടകരയിലെ ബന്ധുവീട്ടിൽ തന്നെയാണ് ഷിംജിത കഴിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവാൻ സാധിച്ചത്. പക്ഷേ അതേസമയം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരക്ഷരം പോലും മിണ്ടാതെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഒട്ടും കൂസലില്ലാത്ത രീതിയിലാണ് നടന്ന് അവരോടൊപ്പം പോയത്. തന്റെ മകന് സംഭവിച്ചതുപോലെ ലോകത്ത് ഒരു യുവാവിനും സംഭവിക്കാതിരിക്കട്ടെ എന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു ദീപകിന്റെ അമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആ അമ്മയുടെയും അച്ഛന്റെയും കുടുംബത്തിന്റെയും കണ്ണീരിനെ ഈ യുവതിയെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചേ തീരൂ എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. തക്കതായ നിയമ നടപടി സ്വീകരിച്ച് വലിയ ശിക്ഷ തന്നെ നൽകണമെന്നും പറയുന്നുണ്ട്. ഷിംജിതയ്ക്ക് താൻ ചെയ്തതിൽ യാതൊരു കുറ്റബോധവും ഇല്ല എന്ന ആ വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. ദീപക് മരിച്ച സമയത്തും മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആ ഒരു സമയത്ത് ഫോണിൽ കൂടെ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തന്റെ കയ്യിൽ തെളിവുണ്ട്, ആ ഒരു സമയത്ത് ഞാൻ ദീപകിനോട് ചോദിക്കുകയും ചെയ്തു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ദീപക് അവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു എന്നൊക്കെ ഷിംജിത പച്ചക്കള്ളമാണ് പറഞ്ഞത്. പിന്നീട് അത് കള്ളമാണെന്ന് തെളിയിക്കുകയായിരുന്നു. പക്ഷേ ഷിംജിതയ്ക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് എല്ലാവരും. എന്തായാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.